കർത്താവായ ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വീഡിയോ സന്ദേശങ്ങളുടെ കേൾക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു. ഈ തിരുവചനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായി മാറട്ടെ എന്ന് കർത്താവിൽ പ്രാർത്ഥിക്കുന്നു. 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്കു മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ കൊരിന്ത്യയിൽ നമുക്കറിയാം, അവിടെ പൗലോസ് അവിടെ കടന്നു ചെല്ലുന്നതായി, കൊരിന്ത്യ പട്ടണത്തിൽ കടന്നു ചെന്നതായി ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനങ്ങൾ അറിയിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവിടെ സഭയിലുള്ള എല്ലാ വിശ്വാസി കുടുംബങ്ങൾക്കും വിശുദ്ധന്മാർക്കും എഴുതിയ ലേഖനമാണ് ഈ കൊരിന്ത്യ ലേഖനം. അതുകൊണ്ട് പൗലോസ് പലവിധമാനതായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ അതിലൂടെ ശക്തി ആചരിച്ച് ദൈവസന്നിധി ദൈവത്തോടും അവിടെയുള്ള ജനത്തോടും പറയുന്ന വാക്കുകളാണ് ഈ കാണുന്നത്. എന്താണ്? അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്ക് മതി. ഇവിടെ പൗലോസിനോട് കർത്താവാ ദൈവം പറയുകയാണ്, എൻ്റെ കൃപ നിനക്ക് മതി. ഇന്ന് നമ്മുടെയും ജീവിതത്തിനകത്ത് കർത്താവ് പറയുന്നത്, ദൈവത്തിൻ്റെ കൃപ നമുക്ക് മതി. ദൈവസന്നിധിയിൽ നാം നിലനിൽക്കുമ്പോൾ, നാം മുമ്പോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ കൃപ എപ്പോഴും നമ്മോട് കൂടെ ഇരിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ട് ഈ നാളുകളിൽ നാം ദൈവസന്നിധിയിൽ ആയിരിക്കുമ്പോൾ, ദൈവത്തിന് വേണ്ടി വിശ്വസ്തയോട് നിൽക്കുമ്പോൾ, ഇവിടെ പറയുകയാണ്, പൗലോസിനോട് പറഞ്ഞതുപോലെ, എൻ്റെ കൃപ നിനക്കും മതി. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പലവിധമായ ബലഹീനതകളും താഴ്ചകളും വീഴ്ചകളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഇവിടെ പറയുകയാണ്, ഹല്ലേലൂയ, എൻ്റെ ശക്തി നിന്റെ മേൽ പകരും. ഹല്ലേലൂയ. എന്താണ് അത്? ബലഹീനതയിൽ, പ്രൈസ് ദി ലോർഡ്, തികഞ്ഞു വരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. നമ്മുടെ ജീവിതത്തിൽ മരണത്തിൻ്റെയും ഹല്ലേലൂയ ബന്ധനത്തിൻ്റെയും സകലവിധമാനതായ പോരുകൾ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ, ദൈവപൈതലേ, ഇവിടെ കർത്താവായ ദൈവം പൗലോസിനോട് പറഞ്ഞതുപോലെ നാം ബലഹീനമായി മാറുവാനല്ല, അവിടെ ബലഹീനതയിൽ തികഞ്ഞ് ദൈവിക ശക്തിയോട് ബലത്തോട് നമ്മൾ മുമ്പോട്ട് പോകേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അവിടെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. എന്താണ് തികഞ്ഞു വരുന്നത്? കർത്താവിൻ്റെ ശക്തി, കർത്താവിൻ്റെ കൃപ, കർത്താവിൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന്. അപ്പോൾ കർത്താവായ ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ മേൽ പകരുവാൻ തക്കവണ്ണം നാം കർത്താവിലായിരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. കർത്താവിലാണെങ്കിൽ തീർച്ചയായും നമ്മുടെ മേൽ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പകരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അത് മുഖാന്തരം നമ്മുടെ ജീവിതത്തിൽ വലിയ സന്തോഷമായി മാറുവാനിടയായിത്തീരും. അപ്പോൾ നമ്മൾ ബലഹീനതകളിൽ പ്രശംസിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. എന്താണ്? ബലഹീനതയിൽ നമ്മൾ ശക്തരായി മാറുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ട് ഈ ദിനങ്ങളിൽ നാം എഴുന്നേറ്റ് പ്രകാശിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണർവ് വരേണ്ടത് ഏറ്റവും ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കുവാൻ തക്കവണ്ണം, ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുവാൻ തക്കവണ്ണം, ദൈവത്തിൻ്റെ ബലം നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ
പൗലോസിനോട് പറഞ്ഞതുപോലെ, പൗലോസേ, എൻ്റെ കൃപ നിനക്ക് മതി. ഇന്നും നമ്മുടെ ജീവിതത്തിനകത്തും നമുക്കും പറയാം, കർത്താവേ, അങ്ങയുടെ കൃപ എൻ്റെ മേൽ പകരുമാറാകണമേ. എൻ്റെ ബലഹീനതയിൽ അങ്ങയുടെ ശക്തി പകരുമാറാകണമേ. ഓ പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ പകരുമാറാകണമേ. അതിസന്തോഷമായ ഒരു ജീവിതം നയിക്കുവാൻ ആപത്തു വേളകളിലും പല വിധമാകുന്ന പ്രതിസന്ധികൾ കടന്നു വന്നാലും എൻ്റെ ദൈവത്തിൻ്റെ കൃപ എൻ്റെ മേൽ പകരണമേ എന്ന് നാം ദൈവത്തോടായിരിക്കുമ്പോൾ തീർച്ചയായും സ്വർഗീയ പിതാവായ ദൈവം നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ പകരുവാനിടയായിത്തീരും. ഈ തിരുവചനങ്ങളാൽ കർത്താവ് ദൈവം നമ്മൾ ഓരോരുത്തരെയും നളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.